കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 85-ാമത്തെ ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിന് മഹത്വം. എനിക്ക് കഴിഞ്ഞ ദിവസം ക്ലാസ് എടുക്കുവാനായിട്ട് ജലദോഷത്തിൻ്റെ ഉണ്ടായിരുന്നത് കൊണ്ട് ഈ സംസാരിക്കാൻ അല്പം പ്രയാസം ഉണ്ടായിരുന്നതുകൊണ്ടാണ്. ഇപ്പോഴും ശാരീരികമായിട്ട് പൂർണ്ണമായൊരു സൗഖ്യം ലഭിച്ചില്ലെങ്കിലും എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയോടെ സഹകരിക്കുക. നമ്മുടെ കർത്താവ് മരിച്ചു, ഉടനെ പാതാളത്തിൽ ചെന്നു. 2 കൂട്ടർ എടുക്കെ ചെന്നു. ഒന്ന്, രക്ഷിക്കപ്പെടാതെ മാനസാന്തരപ്പെടാതെ മരിച്ചുപോയ പാപികൾ കിടക്കുന്ന സ്ഥലത്തെ. അത് 1 പത്രോസ് 3-ാം അധ്യായം 19-ാമത്തെ വാക്യം. നോഹയുടെ കാലത്തെ പെട്ടകമൊരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരുമായി തടവിലുള്ള ആത്മാക്കളോട് ചെന്ന് പ്രസംഗിച്ചതിൻ്റെ രത്നച്ചുരുക്കം ഇത്രയും ആണ്. നിങ്ങൾക്ക് നല്ലൊരു അവസരം തന്നിരുന്നല്ലോ. നോഹ അവിടെ എല്ലാം ഒന്ന് പ്രസംഗിച്ചല്ലോ. നിങ്ങൾ സ്വീകരിക്കാഞ്ഞുകൊണ്ട് നിങ്ങൾക്കിനി ഒരിക്കലും ഇവിടുന്ന് രക്ഷയില്ല. രണ്ടാമത്, ആദാം മുതൽ സകല വിശുദ്ധന്മാരെ, പഴയ വിശുദ്ധന്മാരെ എടുക്കെ ചെന്നേ നമ്മുടെ കർത്താവെ അവരായിരുന്ന താൽക്കാലിക പർദീസ, അതിനെ പാതാളമെന്നാണ് പഴയ നിയമത്തിൽ പറയുന്നത്. അവിടെ നിന്ന് വിശുദ്ധന്മാരുടെ ആത്മാക്കളുമായി ഭൂമിയിൽ എത്തി സ്വർഗത്തിൽ പോയില്ല. പോകുന്ന വഴിക്ക് പിതാവിൻ്റെ അടുക്കൽ പഴയ നിയമ വിശുദ്ധന്മാരെ ഫലമേൽപ്പിക്കുന്നതിനിടയിൽ മറിയ കല്ലറയ്ക്കൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. യേശു മറിയേ എന്ന് വിളിച്ചു. മറിയയ്ക്ക് മനസ്സിലായി നമ്മുടെ കർത്താവാണ് വിളിക്കുന്നത്. അവൾ റബൂനി എന്ന് എബ്രായ ഭാഷയിൽ ഗുരു എന്നർത്ഥം. യോഹന്നാൻ 20:16 മുതൽ 18 വരെ, ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല, നിന്റെ സഹോദരന്മാർ അടുക്കൽ ചെന്ന് പറയാൻ പറഞ്ഞു. നിമിഷങ്ങൾക്കകം നമ്മുടെ കർത്താവെ പഴയ വിശുദ്ധന്മാരെ നേരെ പറുദീസയിൽ എത്തിച്ചു. താൻ മടങ്ങി വന്നു. ഇനിയും കൃപായുഗത്തിൽ മരിക്കുന്ന വിശുദ്ധന്മാർ അവർ പോകുന്ന സ്ഥലം ഉയരത്തിലാണ്. അത് സ്വർഗീയ പറുദീസയിൽ അവർ വിശ്രമിക്കുന്നു. സഭാപ്രസംഗി പറയുന്നത് പൊടി പണ്ടായിരുന്നു പോലെ ഭൂമിയിലേക്ക് മടങ്ങിച്ചേരും. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിനടുക്കിലേക്ക് കയറി ചെല്ലും, അഥവാ മടങ്ങിച്ചെല്ലും. സഭാപ്രസംഗി 12:7. മധ്യാകാശത്തിൽ ആയിരിക്കുന്ന വിശുദ്ധന്മാർ കർത്താവിൻ്റെ കാഹളധ്വനിക്ക് കേൾക്കുമ്പോൾ സ്വർഗത്തിൽ വിശ്രമിക്കുന്നതായ വിശുദ്ധന്മാർ അവർ വിട്ടുപോയ മർത്യ ശരീരത്തെ ദൈവം പുനർജീവിപ്പിക്കും.
7 രീതിയുള്ള രൂപാന്തരം പ്രാപിക്കും. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 42-ാമത്തെ വാക്യം മുതൽ 45-ാമത്തെ വാക്യം വരെയും. നാം ഇപ്പോൾ ഭൂമിയിലായിരിക്കുമ്പോൾ 7 വിധ താഴ്ചയുള്ള ശരീരമാണ് നമ്മളായിരിക്കുന്നത്. 1, ദ്രവത്വമുള്ള ശരീരം എന്ന് പറഞ്ഞാൽ ഏത് സമയവും പഴകിക്കൊണ്ടിരിക്കുന്നു. അപമാന ശരീരം. 3, ബലഹീനമായ ശരീരം. 4, പ്രാകൃതമായ ശരീരം. 5, ക്ഷയമുള്ളത്. 6, നമ്മുടെ ശരീരം മൺമയമായതാണ്. 7, മൃത്യു ശരീരം, മരണത്തിനുള്ള മർത്യ ശരീരം എന്ന് പറയും. ഈ 7 വിധമായ താഴ്ചയുള്ള ശരീരത്തിൻ്റെ ഉടമകളാണ് നമ്മൾ. എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ കാഹളം കേൾക്കുമ്പോൾ 7 വിധം മഹത്വം പ്രാപിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേരും. 1, അദ്രവത്വം. ഒരിക്കലും പഴക്കം ചെല്ലത്തില്ല, ഒരു കാരണവശാലും ദ്രവിക്കുകയില്ല. തേജസ്സുള്ള ശരീരം. നമ്മുടെ ശരീരം തേജസ്സുള്ളതല്ല, അന്ന് തേജസ്സുള്ള ശരീരമായിട്ട് മാറും. 3, ശക്തിയുള്ള ശരീരമായിട്ട് മാറും. 4, ആത്മീയ ശരീരമായി രൂപാന്തരപ്പെടും. 5, അക്ഷയ ശരീരം, ഒരിക്കലും ക്ഷയിക്കാത്ത ശരീരം. 6, സ്വർഗീയ ശരീരം. 7, അമർത്യ ശരീരം പ്രാപിക്കും. നാം ഇപ്പോൾ ഭൂമിയിലായിരിക്കുമ്പോൾ 7 വിധമായി താഴ്ചയുള്ള ശരീരത്തിലായിരിക്കുമ്പോൾ കാഹളനാദം കേട്ട് കഴിഞ്ഞാൽ 7 വിധമായ മഹത്ത ശരീരത്തിന്റെ അവസ്ഥയായിട്ട് ഒരിക്കലും മരിക്കാത്തൊരു ശരീരം ദൈവം നമുക്ക് തരും. എൻ്റെ ക്ലാസ്സിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ദൈവമക്കളാൽ നമ്മൾ പോകുവാൻ ഒരുങ്ങണം. 2, പാഴ്വിലായിരിക്കുന്ന അനവധി ആളുകൾ എൻ്റെ ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ട്. അവർ മാനസാന്തരപ്പെടണം. പല ആളുകൾ രക്ഷ നിർണയം എങ്ങനെയാണ് പ്രാപിക്കുന്നതിനെ പറ്റി എന്നോട് അന്വേഷിക്കാറുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്കൊരു പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ സ്തോത്രം. ഇന്നെൻ്റെ സന്ദേശം കേൾക്കുന്ന ജീവിതങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരണമേ, ഒരു നന്മയായി തീരണമേ. രക്ഷിക്കപ്പെടാത്തൊരു യേശുവിനെ അറിയണം. അതുപോലെ തന്നെ ദൈവമക്കളായിരിക്കുന്ന ആളുകൾ ഭക്തിയോടും വിശ്വസ്തയോടും ജീവിപ്പാൻ കൃപ നൽകണമേ. രോഗങ്ങളെ, ഭാരങ്ങളെ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. എന്നും പറയുന്ന ഒരു കാര്യമാണ്, ഭാരതത്തിലെ ഒരു വലിയ ഉണർവുണ്ടാകാൻ പോകുന്നു. ആ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളും അതിൽ അംഗമാകുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.